ഇന്ത്യ കണ്ട വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് 2010 മംഗലാപുരത്ത് നടന്ന വിമാന ദുരന്തം. 160 യാത്രക്കാരും 6 വിമാന ജീവനക്കാരും ഉണ്ടായിരുന്ന വിമാനത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വെറും 8 പേർ മാത്രമായിരുന്നു. നോക്കാം എന്താണ് അന്ന് സംഭവിച്ചതെന്നും ഈ ഒരു അപകടത്തിനിടയാക്കിയ കാരണം എന്തായിരുന്നുവെന്നും. 2010 മെയ് 21 UAE സമയം അർദ്ധരാത്രി 1 മണിയോടടുക്കുന്നു. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകാൻ തയ്യാറായി കിടക്കുകയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് IX812 എന്ന വിമാനം. ബോർഡിങ്ങും എല്ലാവിധ ചെക്കിങ്ങും കഴിഞ്ഞ് പുലർച്ചെ 1 മണിക്ക് ശേഷം ജീവനക്കാരടക്കം 166 യാത്രക്കാരുമായി വിമാനം ദുബായ് എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു. സെർബിയക്കാരനായിരുന്ന സ്ലാറ്റ്കോ ഗ്ലൂസിയ ആയിരുന്നു വിമാനത്തിന്റെ ക്യാപ്റ്റൻ. ഹർബീന്ദർ സിംഗ് ആൽവാലിയ ആയിരുന്നു ഫസ്റ്റ് ഓഫീസർ. അങ്ങനെ ദുബായിൽ നിന്ന് പറന്നു പൊങ്ങിയ വിമാനം അറബിക്കടലിനു മുകളിലൂടെ മംഗലാപുരം എയർപോർട്ട് ലക്ഷ്യമാക്കി പറന്നു. പ്രവാസികളായിരുന്നു യാത്രക്കാരിലെ ഭൂരിഭാഗം പേരും. യാത്രക്കിടെ 1 മണിക്കൂറും 40 മിനിറ്റും ക്യാപ്റ്റനും കോ പൈലറ്റും തമ്മിൽ ഒരു സംസാരവും ഉണ്ടായിരുന്നില്ല. കാരണം ക്യാപ്റ്റൻ അത്രയും സമയം ഉറങ്ങുകയായിരുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചപ്പോഴായിരുന്നു ഈ ഒരു വിവരം മനസ്സിലാക്കിയത്. അങ്ങനെ സമയം പുലർച്ചെ 6 മണിയോടടുത്തു. വിമാനം മംഗലാപുരം എയർപോർട്ടിൽ നിന്നും 125 കിലോമീറ്റർ അകലെയാണ്. എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്നും വിമാനം 7000 അടിയിലേക്ക് താഴ്ത്താൻ ആവശ്യപ്പെട്ടു. മംഗലാപുരം എയർപോർട്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ടേബിൾ ടോപ്പ് റൺവേ ആണ് ഉള്ളത്. ചുറ്റും ഗർത്തങ്ങളായതിനാൽ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അതിയായ ശ്രദ്ധ ആവശ്യമുണ്ട്. ഇന്ത്യയിൽ തന്നെ 3 സ്ഥലങ്ങളിലാണ് ഇതുപോലുള്ള എയർപോർട്ടുകൾ ഉള്ളത്. അത് മംഗലാപുരത്തും മിസോറാമിലെ ലങ്പുയ്, കോഴിക്കോട് കരിപ്പൂർ എന്നിവിടങ്ങളിലാണ്. ടേബിൾ ടോപ്പ് റൺവേ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള എയർപോർട്ടുകളിൽ ക്യാപ്റ്റൻ തന്നെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യണമെന്ന് എയർ ഇന്ത്യയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ക്യാപ്റ്റൻ സ്ലാറ്റ്കോ ജിക്ക് ഈ ഒരു എയർപോർട്ടിൽ 16 പ്രാവശ്യം വിമാനം ലാൻഡ് ചെയ്ത എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. കോ പൈലറ്റിന് 66 പ്രാവശ്യം ഈ ഒരു എയർപോർട്ടിൽ ലാൻഡിംഗ് സമയത്ത് ഫസ്റ്റ് ഓഫീസറായി ഇരുന്നതിന്റെ എക്സ്പീരിയൻസും ഉണ്ട്. വിമാനം എയർപോർട്ടിൽ നിന്നും 40 കിലോമീറ്റർ അകലെ എത്തിയപ്പോൾ 2900 അടിയിലേക്ക് താഴ്ത്താൻ മംഗളൂർ എയർ കൺട്രോളിൽ നിന്നും നിർദ്ദേശം വന്നു. 5:52 വിമാനത്തിന്റെ നിയന്ത്രണം മാംഗ്ലൂർ ഏരിയ കൺട്രോളറിൽ നിന്നും ATC ടവർ ഏറ്റെടുത്തു. ക്യാപ്റ്റനും കോ പൈലറ്റും ക്ഷീണിതരായിരുന്നു. സംസാരിക്കുന്നതിനിടെ കോ പൈലറ്റ് കോട്ടുവായിടുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു. എയർപോർട്ടിൽ നിന്നും 4 കിലോമീറ്റർ അടുത്തെത്തിയപ്പോൾ റേഡിയോ ഓൾട്ടിമീറ്റർ വിമാനം 2500 അടി മുകളിലാണെന്ന് ശബ്ദ സന്ദേശം നൽകി. ഇത് വളരെ കൂടുതലാണെന്നും നമ്മൾ റൺവേയുടെ അടുത്തെത്താറായെന്നും കോ പൈലറ്റ് ക്യാപ്റ്റനെ ഓർമ്മിപ്പിച്ചു. അബദ്ധം മനസ്സിലാക്കിയ ഉടനെ ക്യാപ്റ്റൻ പൊടുന്നനെ താഴ്ത്തി. കോ പൈലറ്റ് ഗോ എറൗണ്ട് ലാൻഡിംഗ് ആണ് ഉചിതമെന്ന് നിർദ്ദേശിച്ചു. അവസാന നിമിഷം ലാൻഡിംഗ് ഉപേക്ഷിച്ച് ഒന്നുകൂടെ വട്ടമിട്ട് പറക്കുന്നതിനെയാണ് ഗോ എറൗണ്ട് എന്ന് പറയുന്നത്. കോ പൈലറ്റ് പല പ്രാവശ്യം ഗോ എറൗണ്ട് ലാൻഡിങ്ങിനായി നിർദ്ദേശം നൽകിക്കൊണ്ടേയിരുന്നു. ഇത് കേൾക്കാതെ ക്യാപ്റ്റൻ 4000 ഫീറ്റ്സ് പെർ മിനിറ്റ്സ് വേഗത്തിൽ വിമാനം ലാൻഡിങ്ങിനായി റൺവേ ലക്ഷ്യമാക്കി നീങ്ങി. ATCയിൽ നിന്നും ലാൻഡിങ്ങിനുള്ള ക്ലിയറൻസ് ലഭിച്ചു. വിമാനം അപ്പോഴേക്കും റൺവേയിൽ നിന്നും വളരെ ഉയരത്തിലായിരുന്നു. വിമാനത്തിന്റെ ഓട്ടോമാറ്റിക് പ്രോക്സിമിറ്റി വാർണിംഗ് സിസ്റ്റത്തിന്റെ മുന്നറിയിപ്പും കോ പൈലറ്റിന്റെ ഗോ എറൗണ്ട് നിർദ്ദേശവും അനുസരിക്കാതെ ക്യാപ്റ്റൻ വിമാനം ലാൻഡിങ്ങിനായി റൺവേയിലേക്ക് കുതിച്ചു. സാധാരണ ലാൻഡിങ്ങിനായി ഇറങ്ങുന്നതിനേക്കാൾ 5200 അടി അപ്പുറത്താണ് വിമാനത്തിന്റെ ചക്രങ്ങൾ റൺവേയിൽ തൊട്ടത്. മുന്നിൽ 2800 അടി റൺവേ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഗോ എറൗണ്ട് ക്യാപ്റ്റൻ, വി ഡോണ്ട് ഹാവ് എനി റൺവേ ലെഫ്റ്റ് എന്ന് അപ്പോഴും കോ പൈലറ്റ് പറയുന്നത് കേൾക്കാമായിരുന്നു. വിമാനത്തിന്റെ വേഗത കുറക്കുന്ന ത്രസ്റ്റ് റിവേഴ്സലിന് ശ്രമിച്ച ശേഷം ക്യാപ്റ്റൻ 6 സെക്കൻഡ് നേരം ബ്രേക്കിൽ കാലമർത്തി നിർത്താൻ ശ്രമിച്ചു. ആ ശ്രമവും പരാജയപ്പെട്ടതോടെ ക്യാപ്റ്റൻ ഗോ എറൗണ്ടിനുള്ള ശ്രമം തുടങ്ങി. അപ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നു. റൺവേയും കടന്ന് മുന്നോട്ട് നീങ്ങിയ വിമാനം ILS ആന്റിനയിലിടിച്ച് ചിറക് 2 കഷണങ്ങളായി. ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ഇന്ധനം മുഴുവൻ പുറത്തുവന്ന് തീപിടിച്ച് കത്തിയമർന്നു. താഴ്വരയിൽ വീഴുന്നതിനു മുമ്പ് വിമാനം വീണ്ടും ഉയർത്താൻ പൈലറ്റ് ശ്രമിച്ചതായി കണ്ടെത്തി. 152 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് അപകടത്തിൽ മരണപ്പെട്ടത്. അതിൽ 52 പേർ മലയാളികളായിരുന്നു. ILS ആന്റിനയിൽ തട്ടി വിമാനത്തിന്റെ ചിറകുകൾ തകർന്ന വിടവിലൂടെ പുറത്തു ചാടി 8 പേർ ഈ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്.
താങ്ക്സ് ഫോർ വാച്ചിങ്.